5 ഗണിത ചോദ്യങ്ങളും ഉത്തരം കാണാനുള്ള എളുപ്പ വഴിയും പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, എത്ര കാലം കൊണ്ട് 2400 രൂപ 5% കൂട്ടുപലിശ നിരക്കിൽ 2646 രൂപയാകും? എത്ര കാലം കൊണ്ട് 2400 രൂപ 5% കൂട്ടുപലിശ നിരക്കിൽ 2646 രൂപയാകും? 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. 3, 2, 4 ഇവയൊന്നുമല്ല. അപ്പോൾ എന്താ കൂട്ടുപലിശയാണ്? 2400 രൂപ എന്തായി മാറി? 2646 രൂപയായി മാറി. ഇതിന്റെ പലിശ നിരക്ക് എത്രയാണ്? 5%. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ചോദ്യം അത് കാലമാണ്. എത്ര സമയം? എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അത് 3, 2, 4 പിന്നെ ഇവയൊന്നുമല്ല. ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് ഇതിന്റെ ശരിയായ ഉത്തരം? അതാണ് കണ്ടുപിടിക്കുന്നത്. 2400 കൂട്ടുപലിശയാണ്. 2400 2646 ആകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സൂത്രവാക്യം ഉണ്ട് അല്ലേ? അതെന്തായിരുന്നു? കൂട്ടുപലിശയുമായി ബന്ധപ്പെട്ട് A സമം P ഇൻറ്റു 1 പ്ലസ് R ബൈ 100 all raised to n. ഇവിടെ ഈ A എത്രയാണ്? അത് 2646 രൂപ. P മുതൽ 2400 ഗുണിക്കണം 1 പ്ലസ് R ബൈ 100 5%, അതായത് 5/100 all raised to n. ഇതില് n ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. എങ്ങനെ കാണും? ഓർമ്മിക്കുക, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 2646. ഈ n-ന്റെ വില കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാം? നമുക്കിവിടെ ഇപ്പം ഇങ്ങനെ ഒരുപാട് കൂട്ടി കുറച്ച് എന്നിട്ട് അങ്ങനെ പല രീതി ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ കാണുന്ന ഒരു എളുപ്പ വഴി എന്താ വെച്ചാൽ, ഇതിലെ ഓപ്ഷൻസ് ഉണ്ടല്ലോ, ആ ഓപ്ഷൻസ് അതിന്റെ വില കൊടുത്ത് ഒന്ന് ചെയ്ത് നോക്ക്. 3, 2, 4 ആണ് തന്നിരിക്കുന്ന സംഖ്യകൾ. അതിൽ ഏറ്റവും ചെറുത് ഏതാ? 2 ആദ്യം കൊടുത്തു നോക്കുക. എന്നിട്ട് അത് ശരിയായില്ലെങ്കിൽ 3 കൊടുത്തു നോക്കുക. എന്നിട്ട് അത് ശരിയായില്ലെങ്കിൽ 4 കൊടുത്തു നോക്കുക. അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് എളുപ്പ വഴി. അപ്പൊ ഞാനിവിടെ എന്നിന് പകരം 2 എന്ന് കൊടുത്തിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുകയാണ്. 2400 ഗുണിക്കണം. അതിനിടയിൽ ഒരു കാര്യം മറന്നുപോയി. 1 പ്ലസ് 5/100. 1 പ്ലസ് 5/100 ഇതെത്രയാണ്? ഇതെങ്ങനെ കാണാം? ഇത് ഒരു എണ്ണൽ സംഖ്യ, ഒരു ഭിന്നസംഖ്യ, അതിന്റെ ഛേദം 100. അപ്പൊ ഈ തുക കാണാൻ എന്താ വഴി? ഈ ഛേദം കൊണ്ട് ഈ എണ്ണൽ സംഖ്യയെ ഗുണിക്കുക. ഗുണിച്ചാൽ എത്ര കിട്ടും? 100 100 എന്നിട്ട് പ്ലസ് 5 105/100. എപ്പോഴും ഓർമ്മിക്കുക, 1 പ്ലസ് 5/100 ആണെങ്കിൽ 105/100, 1 പ്ലസ് 10/100 ആണെങ്കിൽ 110/100. അങ്ങനെയാണ് വരിക. അതൊരിക്കലും തെറ്റിപ്പോകരുത്. ഓക്കെ? അപ്പം 1 പ്ലസ് 5/100 പകരം 105/100. നമ്മളിപ്പം n-ന് പകരം 2 കൊടുക്കാൻ പോവാണ്. അപ്പോൾ all raised to 2. സമയം എത്ര കിട്ടണം? 2646 കിട്ടണം. കിട്ടിയാൽ ഉത്തരം 2 ആണ്. 2400 ഗുണിക്കണം 105 all raised to 2 എന്ന് പറഞ്ഞാൽ 105/100 ഗുണിക്കണം 105/100. ഇതിലെ ഈ ഛേദത്തിലെ 2 പൂജ്യവും അംശത്തിലെ 2 പൂജ്യവും നമുക്ക് വെട്ടി ഒഴിവാക്കാം. ഇനി 105-നെയും 100-നെയും 5 കൊണ്ട് ഹരിക്കാം. ഹരിക്കുമ്പോൾ ഇത് 21, ഇത് 20.
വീണ്ടും ഇതിനെയും 5 കൊണ്ട് ഹരിക്കാം. ഇവിടെ 21, ഇത് 4. 24 4 കൊണ്ട് ഹരിക്കാം, 6 കിട്ടും. 6 ഗുണിക്കണം 21 ഗുണിക്കണം 21. 21 ഗുണിക്കണം 21 മനസ്സിൽ ചെയ്യാൻ പറ്റുമോ? 441 ഗുണിക്കണം 6. ഗുണിച്ചു നോക്കുക അല്ലേ? 6 1 6, 6 4 24, 2 4 6 24 26. എത്ര കിട്ടി? 2646. നമുക്ക് വേണ്ടതോ 2646. അപ്പം നമ്മൾ ഒന്നാമതെടുത്ത ഓപ്ഷൻ അത് ശരി തന്നെയാണ്. 2 ആണ് ഇതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 17, 20, 25, 32. ശ്രേണിയിലെ അടുത്ത സംഖ്യ ചോദിച്ചിരിക്കുന്നത് 17, 20, 25, 32. 17ന്റെ കൂടെ 3 കൂട്ടിയാൽ 20, 20ന്റെ കൂടെ 5 കൂട്ടിയാൽ 25, 25ന്റെ കൂടെ 7 കൂട്ടിയാൽ 32. ഇപ്പൊ 3, 5, 7 ഇങ്ങനെ ക്രമത്തിലാണ്. അടുത്തത് എന്ത് വരും? ഇതിന്റെ കൂടെ 9 കൂട്ടണം. 32ന്റെ കൂടെ 9 കൂട്ടുക. അപ്പോൾ കിട്ടുന്ന എത്രയാണ്? 41 ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ. അടുത്ത ചോദ്യം. പ്ലസ് എന്നത് ഹരണം, മൈനസ് എന്നത് ഗുണനം, ഹരണം എന്നത് സങ്കലനം, ഗുണനം എന്നത് വ്യവകലനം എങ്കിൽ 48 പ്ലസ് 12 ഹരിക്കണം 15 ഗുണിക്കണം 2 മൈനസ് 5 സമം എത്ര? 48 പ്ലസ് 12 ഹരിക്കണം 15 ഗുണിക്കണം 2 മൈനസ് 5 എത്ര? ഈ ചോദ്യം നമുക്കൊന്ന് എഴുതി നോക്കാം. 48 പ്ലസ് 12 ഹരിക്കണം 15 ഗുണിക്കണം 2 മൈനസ് 5 ആണ് കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഇങ്ങനെയല്ല കാണേണ്ടത്. ഇതിനെ ഡീകോഡ് ചെയ്തിട്ടുണ്ട്. ആ ഡീകോഡാണ് എന്താ? പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഹരണമാണ്. ഇപ്പൊ പ്ലസിന് പകരം ഹരണം ഉപയോഗിക്കണം. മൈനസിന് പകരം ഗുണനം ഉപയോഗിക്കണം. ഹരണത്തിന് പകരം പ്ലസ് ഉപയോഗിക്കണം. ഗുണനത്തിന് പകരം മൈനസ് ഉപയോഗിക്കണം. അപ്പൊ ഇതിന് ആദ്യം നമ്മൾ ഇതനുസരിച്ച് മാറ്റി എഴുതണം. മാറ്റി എഴുതുമ്പോൾ എന്താ വരുന്നത്? 48 പ്ലസിന് പകരം ഹരണമാണ്. ഹരിക്കണം 12. അടുത്തത് ഹരണം. ഹരണത്തിന് പകരം പ്ലസ് ആണ്. പ്ലസ് പിന്നീട് 15. ഇവിടെ ഗുണനം. ഗുണനത്തിന് പകരം മൈനസ് 2. മൈനസിന് പകരം ഗുണനം. ഗുണിക്കണം 5. അപ്പോൾ ഇതിനെ ഇതനുസരിച്ച് ഡീകോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ചിഹ്നങ്ങൾ. ഇനി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ഓർമ്മയുണ്ട് അല്ലേ? BODMAS. ആദ്യം D ആണ് ഇതില്. ഇവിടെ ബ്രാക്കറ്റും ഓഫും ഇല്ല. പിന്നെ വരുന്നത് D ആണ്, ഹരണമാണ്. ഇതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ M, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? അതായത് ഗുണനം. രണ്ടാമത് ചെയ്യേണ്ടത് ഇതാണ്. മൂന്നാമതാണ് സങ്കലനം വരുന്നത്. നാലാമതാണ് വ്യവകലനം വരുന്നത്. അപ്പൊ ആദ്യം ഇത് ചെയ്യാം. 48 ഹരിക്കണം 12 എത്രയാണ്? 4 പ്ലസ് 15 മൈനസ് 2 ഗുണിക്കണം 5 എത്രയാ? 10. ഇനി 4ഉം 15 കൂടെ കൂട്ടിയാൽ 19. 19ൽ നിന്ന് 10 കുറക്കുക. അപ്പൊ എന്ത് കിട്ടും? 9 ആണ് ഇതിന്റെ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 54 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ 150 മീറ്റർ നീളമുള്ള തീവണ്ടി 450 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ എത്ര സമയമെടുക്കും? 54 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ 150 മീറ്റർ നീളമുള്ള തീവണ്ടി 450 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ എത്ര സമയമെടുക്കും? ഇപ്പൊ പാലം കടക്കാനുള്ള സമയമാണ് ചോദിച്ചിരിക്കുന്നത്. പാലം കടക്കാനുള്ള സമയം ചോദിക്കുമ്പോൾ പാലത്തിന്റെ നീളം തന്നിട്ടുണ്ട് 450 മീറ്റർ. പക്ഷേ അങ്ങനെ കണക്കൂട്ടിയാൽ ഉത്തരം തെറ്റിപ്പോകും. എന്താ കാരണം എന്നറിയോ?
അതിൽ തീവണ്ടിയുടെ നീളവും കൂടി ചേർക്കണം. തീവണ്ടിയുടെ നീളം എത്രയാ? തീവണ്ടി അത് 150 മീറ്റർ, പാലം 450 മീറ്റർ. അപ്പൊ നമ്മൾ നീളത്തിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി 600 മീറ്റർ ദൂരത്തേക്കുള്ള വേഗതയാണ് കണ്ടുപിടിക്കുന്നത്. അത് തെറ്റിപ്പോകരുത്. ഇനി വേഗത എത്രയാണ്? വേഗത 54 കിലോമീറ്റർ പെർ മണിക്കൂർ. ഇത് അവറാണ്, മണിക്കൂർ, കിലോമീറ്റർ പെർ മണിക്കൂർ. ഇവിടെ 600 മീറ്റർ ആണ് തന്നിരിക്കുന്നത്, വേഗത പക്ഷേ കിലോമീറ്റർ പെർ മണിക്കൂറിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിനെ ആദ്യം എന്താക്കണം അറിയോ? മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റണം. കിലോമീറ്റർ പെർ മണിക്കൂറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്താ വഴി? അതിനെ 5/18 കൊണ്ട് ഗുണിക്കുക. മറന്നു പോകരുത്, കിലോമീറ്റർ പെർ മണിക്കൂറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിക്കുക. അതായത് 54 ഗുണിക്കണം 5/18 15 മീറ്റർ പെർ സെക്കൻഡ്. 54 കിലോമീറ്റർ പെർ മണിക്കൂറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കിയപ്പോൾ എന്താണ്? 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡിൽ പോകുന്നത് 15 മീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ 600 മീറ്റർ എത്ര സെക്കൻഡിൽ പോകും? അതിനെ 600നെ എന്ത് ചെയ്യണം? ഹരിക്കണം 15 മീറ്റർ പെർ സെക്കൻഡ്. 600 മീറ്ററിനെ 15 മീറ്റർ പെർ സെക്കൻഡ് കൊണ്ട് ഹരിച്ചാൽ എന്ത് വരും? ഈ മീറ്ററും വെട്ടി 600നെ 15 കൊണ്ട് ഹരിച്ചാൽ 40 സെക്കൻഡ് ആണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 64 മൈനസ് 6 ഗുണിക്കണം 21 ഹരിക്കണം 7 പ്ലസ് 10 മൈനസ് 8 സമം എത്ര? 64 മൈനസ് 6 ഗുണിക്കണം 21 ഹരിക്കണം 7 പ്ലസ് 10 മൈനസ് 8. 64 മൈനസ് 6 ഗുണിക്കണം 21 ഹരിക്കണം 7 പ്ലസ് 10 മൈനസ് 8. ഇതെങ്ങനെ ചെയ്യും? എവിടുന്ന് തുടങ്ങും? ഇങ്ങനെ ക്രിയകൾ, വ്യത്യസ്ത ഗണിത ക്രിയകൾ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാവുന്നൊരു തത്വമുണ്ട്. ആ തത്വമാണ് BODMAS. മുകളിലത്തെ ഒരു കണക്ക് ചെയ്യുമ്പോൾ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റ്, ഒ എന്ന് പറയുന്നത് ഓഫ്. അത് രണ്ടും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഇത് വിട്ടേക്കാം, ബ്രാക്കറ്റ് ഇതിനകത്തില്ല. പിന്നെ ബാക്കിയുള്ളത് എന്താണ്? ഡി ആണ്, ഡിവിഷൻ, ഹരണം. അതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. 21 ഹരിക്കണം 7 ആണ് ഒന്നാമത്തെ ക്രിയ. അത് കഴിഞ്ഞാൽ ഗുണനമാണ്. ഇതാണ് രണ്ടാമത്തെ ക്രിയ. മൂന്നാമത്തത് സങ്കലനം. നാലാമതാണ് ഇത് രണ്ടും വ്യവകലനം. അപ്പൊ ചെയ്ത് നോക്കാം അല്ലെ. ആദ്യം ചെയ്യേണ്ടത് 21 ഹരിക്കണം 7. അതെത്രയാണ്? 3. ഇനി ചെയ്യേണ്ടതാണ് 6 ഗുണിക്കണം 3. അതെത്രയാ? 18. അപ്പൊ മാറ്റി എഴുതുമ്പോൾ 64 മൈനസ് 18. ഈ 18 എങ്ങനെ കിട്ടിയത്? ആദ്യം 21 ഹരിക്കണം 7, 3 കിട്ടി. രണ്ടാമത് വരുന്നത് 6 കൊണ്ട് ഈ 3നെ ഗുണിക്കണം, അതാണ് 18. ഇനി ബാക്കിയുള്ളത് പ്ലസ് 10 മൈനസ് 8. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇനി പ്ലസ് ആണ് വരുന്നത്, അതിനുശേഷമാണ് മൈനസും വരുന്നത്. ഈ പ്ലസ് എന്തിന്റെ കൂടിയാണ്? 64 പ്ലസ് 10 എത്രയാ? 74 മൈനസ് ഇവിടെ -18ഉം -8ഉം ഉണ്ട്, -26.
74 - 26 എത്രയാണ്? 48 ആണ് ഇതിൻ്റെ